Good morning, Tushara. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിൽ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി ഉണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഓക്കെ. സ്ക്രീൻ ക്ലിയർ അല്ലേ തുഷാര? Yes, teacher. അപ്പൊ എന്താണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്? നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് അവർ തരുന്ന ഓരോ സർവീസിനും ബില്ല് ചെയ്യാറുണ്ട് അവരല്ലേ. അപ്പോൾ ഹോസ്പിറ്റൽസിലെ ഈ പേഷ്യൻസിന് നൽകുന്ന മെഡിക്കൽ സർവീസസിന്റെ എന്താണ് ബില്ലിംഗ് പ്രോസസ്സുകൾ മാനേജ് ചെയ്യുകയും പിന്നെന്താണ് അതിന് മേൽനോട്ടം വഹിക്കുന്നതും ആരാണ്? അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, പ്രൊഫഷണൽ ആണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന് കൊടുക്കുന്ന ഈ മെഡിക്കൽ സർവീസിന്റെ ഈ ബില്ലിംഗ് പ്രോസസ്സുകൾ മാനേജ് ചെയ്യുകയും അതിന് മേൽനോട്ടം വഹിക്കുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? പ്രൊഫഷണൽസ് ആയ ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അഡ്മിറ്റഡ് ആകുന്ന ആ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ നമുക്കറിയാം, അവരുടെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യപ്പെടാറുണ്ട്, അറിയാലോ. അപ്പൊ ഈ റെക്കോർഡ്സുകൾ, ഈ ഡീറ്റെയിൽസ്, അവരുടെ പേര് അല്ലെങ്കിൽ എന്താണ് അവരുടെ രോഗത്തെ കുറിച്ചുള്ള വിവരങ്ങള്, ഡയഗ്നോസിസ്, അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ICD കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ICD കോഡ് എന്താണ്? ഷാരോൺ. ഓക്കെ, ICD കോഡ് എന്തായിരുന്നു? ICD കോഡ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അല്ലെ. അതായത് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഡിലോട്ട് ഇവർ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഇത്തരം ഡാറ്റാസിന്, ഇത്തരം റെക്കോർഡ് ചെയ്യുന്ന ഈ ഡാറ്റാസിനെ എന്താണ് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കോഡിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സ് ചെയ്യുന്നത് മെഡിക്കൽ കോഡിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, മെഡിക്കൽ കോഡിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരാണ് ഈ കോഡിലോട്ട് ഇത്തരം ഡാറ്റാസിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഈ കൺവേർട്ട് ചെയ്യപ്പെടുന്നതിന് ശേഷം ഈ ഡാറ്റാസ് നെക്സ്റ്റ് വരുന്നത് എങ്ങോട്ടാണ്? ഈ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. ഈ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്സ് ആണ് എന്ത് കോഡ് ചെയ്യപ്പെട്ട ഈ ഡാറ്റാസിനെ അതിനനുസരിച്ചുള്ള ഫീ ഒക്കെ അല്ലെങ്കിൽ പേയ്മെന്റ് ചാർജ് ചെയ്തിട്ട് ബില്ലിംഗ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇത്തരം ബില്ലിംഗ് സ്റ്റാഫ്സ് ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആയോ തുഷാര, ഷാരോൺ? എന്താണ്? ഓക്കെ, ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടല്ലോ ഹോസ്പിറ്റൽസിലെ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗവൺമെന്റിന്റെയും ഇൻഷുറൻസ് ക്ലെയിമുകൾ ഉണ്ട്. ഇത്തരം ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് നടത്തുന്നതും ഇൻഷുറൻസ് ക്ലെയിമിന്റെ പ്രോസസ് നടത്തുന്നതും അത് സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ബില്ലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? പേഷ്യൻസിന്റെ ബില്ലിങ്ങുമായിട്ട് വരുന്ന എൻക്വയറീസ്, അവർക്ക് ഈ ബില്ലിങ്ങിൽ ഉണ്ടാവുന്ന എൻക്വയറീസ് അത് റിസോൾവ് ചെയ്യേണ്ടതും അത് മാനേജ് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ എന്തെങ്കിലും ബില്ലിംഗ് ഡിസ്പ്യൂട്ട്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ എല്ലാം റിസോൾവ് ചെയ്യേണ്ടത് ആരാണ്? ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് തുഷാര? ആരാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്? Billing specialist centers on preparing bills and invoices, maintaining financial records, looking over contracts, and updating databases as required. ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന് നൽകുന്ന എല്ലാ മെഡിക്കൽ സർവീസസും അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസ് ക്ലെയിംസ് ഒക്കെ പ്രോസസ് ചെയ്യുന്നത് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ അവർ ചെയ്യുന്ന ഈ ബില്ലിംഗ് പ്രോസസ്സുകളെ മാനേജ് ചെയ്യുകയും ഓവർസീ ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നേരത്തെ പറഞ്ഞ പോലെ ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിലോട്ട് വരുന്ന ഡാറ്റാസിനെ കോഡ് ചെയ്യുന്നത് ആരാണ്? ബില്ലിംഗ് കോഡിംഗ് ആണ്. ഓക്കെ, മെഡിക്കൽ കോഡിംഗ് ആണ്.
മെഡിക്കൽ കോഡിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഡാറ്റാസിനെയും ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവർ ഡാറ്റാസ് ആയിട്ട് സെറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ആൽഫ ന്യൂമറിക് കോഡിലോട്ടാണ് ഇവർ കൺവേർട്ട് ചെയ്യുന്നത്. എല്ലാ ഡീറ്റെയിൽസിനെയും ആൽഫ ന്യൂമറിക് കോഡിലോട്ട് ഇവർ കൺവേർട്ട് ചെയ്യുന്നു. ഇത്തരം കൺവേർട്ട് ചെയ്യപ്പെട്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റാസ് ആണ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്നത്. അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ആണ് ഓരോ ബില്ലിനും ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ പേഷ്യന്റിനും ചാർജ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കോഡ് അനുസരിച്ചുള്ള പേയ്മെന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്താണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സസ്, മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ലുക്കിംഗ് ഓവർ കോൺട്രാക്ട്സ് ആൻഡ് അപ്ഡേറ്റിംഗ് ഡാറ്റാബേസസ് ആസ് റിക്വയർമെന്റ്സ്. The job also necessitates seeing to it that all information is entered correctly and making financial reports. എന്താ പറയുന്നത്? അതായത് ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ് ബില്ലുകളും പിന്നെ നമുക്ക് ഹോസ്പിറ്റൽസിൽ അവർ തരുന്ന മെഡിക്കൽ സർവീസിന്റെ ഓരോ ബില്ലുകളും ഇൻവോയ്സുകളും എല്ലാം റെഡി ആക്കുന്നത് ആരാണ്? ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ ഫിനാൻഷ്യൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് നമ്മൾ പറഞ്ഞു, പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡാറ്റാസിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതിന്റെ റെസ്പോൺസിബിലിറ്റിയും ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനാണ് ഉള്ളത്. ക്ലിയർ ആയോ? പിന്നെ എല്ലാ ഇൻഫർമേഷനും എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് എൻറ്റർ ചെയ്യുക, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കേണ്ടതും ഇവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, then while their role is often overlooked owing to its back-end nature, billing clerks provide valuable support to clinicians in that they support providers to get paid for services rendered. ഇപ്പൊ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ആ ഓർഗനൈസേഷൻ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസിന്റെയും പേയ്മെന്റ് റിട്ടേൺ തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. They are expected to understand the claim submission and reimbursement protocols for both government and private insurers. Clerks also offer important insight into a hospital or clinic's compliance effort and responsibilities. അപ്പൊ എന്താ അതിൽ പറയുന്നത്? ക്ലെയിംസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഇൻഷുറൻസ് ക്ലെയിമുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് തിരിച്ചടവ് പ്രോട്ടോകോൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവർക്കിടയിൽ ഒരു ഡോക്ടറിന്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ആണ് നമ്മുടെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ക്യാരി ചെയ്യുന്നത്. അപ്പൊ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ക്ലിയർ ആണോ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ക്ലിയർ ആയോ? തുഷാര, ജിനു, ഷാരോൺ? ഇപ്പൊ ഹോസ്പിറ്റൽസിലെ പേഷ്യൻസ് നൽകുന്ന ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? കട്ടാകുന്നുണ്ടോ? ക്ലിയർ ആ മിസ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ്, ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന് നൽകുന്ന ഈ മെഡിക്കൽ ബില്ലിംഗ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം ഈ ക്ലെയിംസ് ഒക്കെ പ്രോസസ് ചെയ്യേണ്ടതും മാനേജ് ചെയ്യേണ്ടതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനു മുൻപ് നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ചില ടൈറ്റിൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ചില ടൈറ്റിൽസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? തുഷാര? സിഇഒ. സിഇഒ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? ജസ്റ്റ് അത് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ആ ടൈറ്റിൽസ് ഏതാണെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ നോട്ട് ഉണ്ടോ? നോട്ട്ബുക്ക് ഉണ്ടോ? അപ്പൊ നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. എഴുതിക്കോളൂ. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻ എ ഹോസ്പിറ്റൽ. The chief executive officer
in a hospital is the highest ranking executive responsible for the overall management and leadership of the healthcare. കിട്ടിയോ? The chief executive officer, CEO, in a hospital is the highest ranking executive responsible for the overall management and leadership of the healthcare. നോട്ട് ചെയ്തോ? അപ്പൊ ആരാണ് സിഇഒ? അതായത് ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിലെ ഹയസ്റ്റ് റാങ്കിങ് എക്സിക്യൂട്ടീവ്സ് ആണ്. ഹോസ്പിറ്റൽസിന്റെ എല്ലാ ഓവറോൾ മാനേജ്മെന്റ് നടത്തുന്നതും അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടതും ആരാണ്? ഈ സിഇഒന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഹയസ്റ്റ് റാങ്കിങ് എക്സിക്യൂട്ടീവ്സ് ആണ് സിഇഒ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, COO. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. അവരുടെ ഡ്യൂട്ടി എന്താണ്? ദ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇൻ എ ഹോസ്പിറ്റൽ ഈസ് എ സീനിയർ എക്സിക്യൂട്ടീവ്. The chief operating officer in a hospital is a senior executive responsible for overseeing the day-to-day operations and ensuring the efficient functioning of the healthcare facility. കിട്ടിയോ? The chief operating officer in a hospital is a senior executive responsible for overseeing the day-to-day operations and ensuring the efficient functioning of the healthcare facility. കിട്ടിയോ? തുഷാര, ജിനു, ഷാരോൺ? അപ്പൊ COO, ദാറ്റ് ഈസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ COO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആണ് ഹോസ്പിറ്റൽസിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് മേൽനോട്ടം വഹിക്കുന്നതും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എഫക്റ്റീവ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? അപ്പൊ ഹോസ്പിറ്റൽസിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ മാനേജ് ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും പിന്നെന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും എഫക്റ്റീവ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടതും COOന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. വിച്ച് മീൻസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു MCQ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ചെയ്തായിരുന്നു MCQ? MCQ ചെയ്തായിരുന്നോ? ഷാരോൺ ചെയ്തോ MCQ? ഇല്ല മിസ്സേ, ചെയ്തിട്ടില്ല. അപ്പൊ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ. ഓക്കെ, അപ്പൊ CFO എന്താണ്? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, CFO. The chief financial officer in a hospital is a key executive. The chief financial officer in a hospital is a key executive responsible for
responsible for overseeing all financial aspects of the organization. All financial aspects of the organization. The chief financial officer in a hospital is a key executive responsible for overseeing all financial aspects of the organization. കിട്ടിയോ? CFO എഴുതിയോ? ജിനു. അപ്പൊ എന്താണ് CFO? എന്താണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിന്റെ ഡ്യൂട്ടി? എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽത്ത് ഒക്കെ മാനേജ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സീനിയർ എക്സിക്യൂട്ടീവ് ആണ് ഈ CFO. ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് CFO എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? CFO. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ. നെക്സ്റ്റ് വൺ ഏതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താണെന്ന് അറിയാം. നെക്സ്റ്റ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, AED, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. Associate Executive Director in a hospital typically holds a senior management position. Associate Executive Director in a hospital typically holds a senior management position. A senior management position that support the executive director. That supports the executive director or CEO executive director or CEO in overseeing various aspects of hospital operations. In overseeing various aspects, ASPECTS, various aspects of hospital operations and administration. Hospital operations and administration. കിട്ടിയോ? Associate Executive Director in a hospital typically holds a senior management position that support the Executive Director or CEO in overseeing various aspects of hospital operations and administration. Note ചെയ്തോ? അപ്പോൾ എന്താണ് ഈ AED? വിച്ച് മീൻസ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഈ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയ്ക്ക് ഓവർസീ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നതിൽ ഈ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഈ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ CEO അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുക? ഹോസ്പിറ്റൽസിന്റെ ഓവറോൾ മാനേജ്മെന്റിനായാലും ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസിനായാലും എന്താണ് ഈ CEOനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ ഡ്യൂട്ടി. ക്ലിയർ ആണോ? ഇത് നോട്ട് ചെയ്തോ? ഇത് കിട്ടിയോ? Yes, teacher. Then HR, Director of Human Resources. Director of Human Resources. Next one ആണ് Director of Human Resources. എന്താണ് HR? Director of Human Resources. Okay. അപ്പോൾ in a hospital is a senior leadership position. Director of Human Resources in a hospital is a senior leadership position.
say senior leadership position responsible for overseeing all aspects of human resources management and strategy within the healthcare organization. ഇപ്പോൾ ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്താണ്? ഇൻ എ ഹോസ്പിറ്റൽ ഈസ് എ സീനിയർ ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ്. പിന്നെന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി വിത്തിൻ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. കിട്ടിയോ? അപ്പൊ എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? മാനേജ്മെന്റിന്റെ എല്ലാ ആസ്പെക്ട്സുകളും ഓവർസീ ചെയ്യുക, അത് മേൽനോട്ടം വഹിക്കുക. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനിടയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു HR-ന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ഡിപ്പാർട്ട്മെന്റ്സിനിടയിൽ നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനേജിങ്. അത് പിന്നെ റിക്രൂട്ട്മെന്റ് മാനേജ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് HR ഡയറക്ടർ ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? HR-ന്റെ ഹോസ്പിറ്റൽ ഈസ് എ സീനിയർ ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ഒരു പേഴ്സൺ ആണ് HR എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സസ് ഡയറക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് HR ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നെക്സ്റ്റ് വൺ എന്താണ്? റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. നെക്സ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. Recruitment specialist in a hospital is responsible for managing the recruitment and hiring process. The recruitment specialist in a hospital is responsible for managing the recruitment and hiring process. For healthcare professionals and support staff. ഇപ്പൊ എന്തായിരുന്നു? റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ദ റിക്രൂട്ട്മെന്റ് ആൻഡ് ഹയറിംഗ് പ്രോസസ് ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫുകളൊക്കെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനൊക്കെ എന്താണ്? റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, സ്റ്റാഫുകളെ ഇന്റർവ്യൂ ചെയ്യുകയും അവരെ സെലക്ട് ചെയ്യേണ്ടതും ആരാണ്? റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. ക്ലിയർ ആയോ? ജിനു, ഷാരോൺ, തുഷാര നോട്ട് ചെയ്തോ അത്? ഓക്കെ, ജിനു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി. Vice President of Quality. Vice President of Quality. Okay, Vice President of Quality in a hospital is a senior executive. Vice President of Quality in a hospital is a senior executive. Responsible for overseeing all aspects
related to quality improvement, related to quality improvement, comma, patient safety, related to quality improvement, patient safety, and regulatory compliance, regulatory compliance, COMPLIANCE, compliance within the healthcare organization, regulatory compliance within the healthcare organization. അപ്പോൾ ആരാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി? വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി ഇൻ എ ഹോസ്പിറ്റൽ is a senior executive responsible for overseeing all aspects related to quality improvement, patient safety, and regulatory compliance within the healthcare organization. കിട്ടിയോ? നോട്ട് ചെയ്തോ? ചെയ്തു മിസ്. നോട്ട് ചെയ്തോ? ഓക്കെ. അപ്പൊ എന്താണ് വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി? ഒരു ഓർഗനൈസേഷനിലെ പേഷ്യൻസിന്റെ കെയർ ആയാലും അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസിന്റെയും ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ടത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി ആ പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സീനിയർ എക്സിക്യൂട്ടീവ് ആണ് അദ്ദേഹം. ഈ സീനിയർ എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ഈ വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി ആ പേഴ്സന്റെ റെസ്പോൺസിബിൾ ആണ് എന്ത്? ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ സർവീസസിന്റെയും പേഷ്യന്റ് കെയറിന്റെ ആയിക്കോട്ടെ സർവീസിന്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാത്തിന്റെയും ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി. നെക്സ്റ്റ് വൺ ആരാണ്? ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ. Hospital Operations Administrator. Okay, Hospital Operation Administrator is a key managerial role. Is a key managerial role responsible for Hospital Operations Administrator is a key managerial role responsible for overseeing the daily operations and administrative functions. Overseeing the daily operations and administrative functions. And administrative functions within a hospital, within a hospital or healthcare facility. Within a hospital or healthcare facility. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി? എന്താണ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി? എന്താണ്? ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസുകളെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഓവർസീ ചെയ്യുക, അതിന് മേൽനോട്ടം വഹിക്കുക. പിന്നെന്താണ്? അതിന് വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്യുക. അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണോ പ്രവർത്തനങ്ങളാണോ നടക്കുന്നതെന്ന് ഓവർസീ ചെയ്യാനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ. ക്ലിയർ ആണോ? ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസുകളെ ഓവർസീ ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട്, മേൽനോട്ടം വഹിക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, compliance educator. Okay, compliance educator, COMPLIANCE, compliance educator.
ഓക്കെ, പറഞ്ഞോട്ടെ. എ കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ ഇൻ എ ഹോസ്പിറ്റൽ. A compliance educator in a hospital is responsible for. A compliance educator in a hospital is responsible for designing, implementing. A compliance educator in a hospital is responsible for designing, implementing and overseeing. Designing, implementing and overseeing educational programs. Overseeing educational programs related to compliance with healthcare regulations. Related to compliance with healthcare regulations. Healthcare regulations, comma, policies. Regulations, policies and ethical standards. And ethical standards. Okay, a compliance educator in a hospital is responsible for designing, implementing and overseeing educational programs related to compliance with healthcare regulations, policies and ethical standards. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റൽസിലെ എല്ലാ പോളിസീസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ പാലിക്കേണ്ടതാണ്. അവിടുത്തെ സ്റ്റാഫ് ആയാലും പാലിച്ചിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകളെയും ഡിസൈൻ ചെയ്യേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും അതിനെ ഓവർസീ ചെയ്യേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതും എ കംപ്ലൈൻസ് എഡ്യൂക്കേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയോ? ഇത്തരം എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഈ കംപ്ലൈൻസുമായിട്ട് അത് പാലിക്കേണ്ട ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകളെയും ഡിസൈൻ ചെയ്യേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ എന്താണ് അതിനെ മേൽനോട്ടം വഹിക്കേണ്ടതും ആരാണ്? കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ തുഷാര, ജിനു, ഷാരോൺ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. നെക്സ്റ്റ് വൺ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. Director of nursing. Okay, director of nursing in a hospital is a senior leadership role. Director of nursing in a hospital is a senior leadership role. Responsible for senior leadership role, responsible for overseeing all nursing operations, and ensuring high standards of patient care. High standards of patient care. High standards of patient care. Okay, director of nursing in a hospital is a senior leadership role responsible for overseeing all nursing operations and ensuring high standards of patient care. Note ചെയ്തോ? അപ്പൊ എന്താണ് ഒരു ഡയറക്ടർ ഓഫ് നഴ്സിംഗിന്റെ റെസ്പോൺസിബിലിറ്റീസ്? എന്തൊക്കെയാണ്? ആ പേഷ്യൻസിന്
ഹൈ സ്റ്റാൻഡേർഡിലുള്ള പേഷ്യൻ കെയർ സർവീസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്, എല്ലാ നേഴ്സിംഗ് ആക്ടിവിറ്റീസും എല്ലാ നേഴ്സിംഗ് ഓപ്പറേഷൻസിനെയും എന്താണ് അതിന് മേൽനോട്ടം വഹിക്കേണ്ടതും ഈ ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് ആണ്. ഈ ഡയറക്ടർ ആണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. എല്ലാ നേഴ്സിംഗ് ഓപ്പറേഷൻസിനെയും, അതായത് എല്ലാ നേഴ്സിംഗ് ആക്ടിവിറ്റീസിനെയും മേൽനോട്ടം വഹിക്കേണ്ടതും ഒരു പേഷ്യന്റിന് ഹൈ സ്റ്റാൻഡേർഡിലുള്ള പേഷ്യൻസ് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ അതിന് മേൽനോട്ടം വഹിക്കേണ്ടതും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഡയറക്ടർ ഓഫ് നേഴ്സിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്. ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്. Director of clinical operations in a hospital is a director of clinical operations in a hospital is a senior leadership role. Senior leadership role responsible for overseeing and optimizing senior leadership role responsible for overseeing and optimizing the clinical aspects of healthcare delivery. The clinical aspects of healthcare delivery. എന്തായിരുന്നു? Director of Clinical Operations in a hospital is a senior leadership role responsible for overseeing and optimizing the clinical aspects of healthcare delivery. നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? ക്ലിനിക്കൽ ഓപ്പറേഷൻസ് ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഓർഗനൈസേഷനിലെ ഡേ ടു ഡേ ക്ലിനിക്കൽ ഫംഗ്ഷൻസ്, ക്ലിനിക്കൽ ആക്ടിവിറ്റീസിനെയൊക്കെ ഓവർസീ ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. പിന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പേഷ്യൻസ് കെയർ എൻഷുർ ചെയ്യുക, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ, കോർഡിനേറ്റിംഗ് പേഷ്യൻ കെയർ സർവീസസ്, ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സീനിയർ ലീഡർഷിപ്പ് റോള് ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, ക്ലിനിക്കൽ ഓപ്പറേഷൻ ഡയറക്ടർ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. Assistant Director of Finance in a hospital is a Assistant Director of Finance in a hospital is a senior management position. Senior management position. Assistant Director of Finance in a hospital is a senior management position responsible for supporting the Director of Finance. Responsible for supporting the Director of Finance or Chief Financial Officer or Chief Financial Officer in overseeing the financial operations, and strategies
and strategies of the healthcare organization. Strategies of the healthcare organization. ഇപ്പൊ എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ് ഇൻ എ ഹോസ്പിറ്റൽ ഈസ് എ സീനിയർ മാനേജ്മെന്റ് പൊസിഷൻ responsible for supporting the director of finance or chief financial officer in overseeing the financial operations and strategies of the healthcare organization. കിട്ടിയോ? Yes, teacher. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്താണ്? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എല്ലാ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിനൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ദ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു സീനിയർ മാനേജ്മെന്റ് പൊസിഷൻ ആണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. ആ ഡയറക്ടറുടെ ഡ്യൂട്ടി എന്താണ്? എല്ലാ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിനെയും എല്ലാ സ്ട്രാറ്റജീസിനെയും മേൽനോട്ടം വഹിക്കുന്ന എന്താണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് വൺ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. അതല്ല ഇപ്പൊ എഴുതിയത്. നെക്സ്റ്റ് വൺ ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്. Director of Population Health. Director of Population Health. ഇപ്പൊ PDF തന്നിരിക്കുന്നത് ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്, ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസസ് എന്നാണ്. ഓക്കെ, രണ്ട് ടൈറ്റിൽ ആണിത്. ഫസ്റ്റ് വൺ ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് എന്നത് ചെക്ക് മാറ്റണം. ഓക്കെ, ചേഞ്ച് ചെയ്യണം. ദെൻ ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. ഓക്കെ, കയ്യിൽ PDF ഉണ്ടോ? PDF ഉണ്ടോ കയ്യില്? ഓക്കെ, അപ്പൊ ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് ആൻഡ് ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. അപ്പോ ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് എഴുതിക്കോളൂ. ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? ദ ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് ഇൻ എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. The director of population health in a healthcare organization is responsible for developing and overseeing initiatives that aim to improve the health outcomes and overall wellness of a specific population or community. The director of population health in a healthcare organization is responsible for developing and overseeing initiatives that aim to improve the health outcomes and overall wellness of a specific population or community. നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെയോ സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ എന്താണ് പോപ്പുലേഷന്റെയോ ഹെൽത്ത് ഔട്ട്കംസും പിന്നെന്താണ് അതൊക്കെ ഇംപ്രൂവ് ചെയ്യുക. പിന്നെന്താണ് ഓവറോൾ വെൽനെസ് ഡെവലപ്പ് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഒരു പേഴ്സൺ ആണ് പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടർ എന്ന് പറയുന്നത്.
അതായത് ഒരു വ്യക്തിയുടെ രോഗീ പരിചരണത്തിനപ്പുറം ഒരു സമൂഹത്തിലെ വെൽബീയിങ് ഉറപ്പാക്കുക. ഓക്കെ, അവിടെ ഹെൽത്ത് ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ദ ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടർ. ക്ലിയർ ആണോ? Yes. Next, last one is Director of Patient Care Services. Director of Patient Care Services. The Director of Patient Care Services is a senior leadership role. The Director of Patient Care Services is a senior leadership role. It's a senior leadership role responsible for overseeing all aspects of nursing care, and patient services within a hospital or healthcare facility. The Director of Patient Care Services is a senior leadership role responsible for overseeing all aspects of nursing care and patient services within a hospital or healthcare facility. കിട്ടിയോ? അപ്പൊ ആരാണ് ദ ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്? ദ ഹോസ്പിറ്റൽസിലെ നേഴ്സിംഗ് കെയറിന്റെയും അല്ലെങ്കിൽ പേഷ്യന്റ് സർവീസിന്റെയും എല്ലാ ആസ്പെക്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സീനിയർ ലീഡർഷിപ്പ് റോള് ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. പേഷ്യന്റ് കെയർ സർവീസ് ഡയറക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? The Director of Patient Care Service is a senior leadership role responsible for overseeing all aspects of എല്ലാ വശങ്ങളെയും നേഴ്സിംഗ് കെയറിന്റെയും പേഷ്യന്റ് സർവീസിന്റെയും എല്ലാ വശങ്ങളെയും ഓവർസീ ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ദ ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. ക്ലിയർ ആണോ? അതോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആരായിരുന്നു സിഇഒ എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈറ്റിൽസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ സിഇഒ ആരാണ്? തുഷാര, സിഇഒ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഡ്യൂട്ടി എന്താണ്? Responsible for the overall management and leadership of the healthcare. പിന്നെന്താണ്? ഹയസ്റ്റ് റാങ്കിങ് എക്സിക്യൂട്ടീവ് ആണ്. ഏറ്റവും ഉയർന്ന റാങ്കുള്ള എക്സിക്യൂട്ടീവ്സ് ആണ് ആര്? സിഇഒ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഓവറോൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് സിഇഒ. ദെൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, സിഒഒ, ജിനു. ആരായിരുന്നു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? Senior executive responsible for overseeing the day-to-day operations and ensuring the efficient functioning of all the departments. ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ മേൽനോട്ടം വഹിക്കുന്നതും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എഫക്റ്റീവ് ആയിട്ടാണോ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് മേൽനോട്ടം വഹിക്കേണ്ടതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് സിഒഒ. ഓക്കെ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. നെക്സ്റ്റ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, സിഎഫ്ഒ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഷാരോൺ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. Chief Financial Officer is a chief executive responsibility of the oversee financial operation. എന്താ പറയുന്നത്?
ഫിനാൻസുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽത്തിനെ മാനേജ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത്. ദെൻ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ ഡ്യൂട്ടി എന്താണ്? അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AED എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? Support the executive director or CEO for overseeing various aspects of hospital operations and administration. എന്താ ചെയ്യുന്നത്? സിഇഒനെ സപ്പോർട്ട് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ വേരിയസ് ആസ്പെക്ട്സ് ഓവർസീ ചെയ്യാൻ വേണ്ടിയിട്ട് സിഇഒനെ സപ്പോർട്ട് ചെയ്യുന്ന റോളാണ്. ഹോസ്പിറ്റൽസിന്റെ ഓവറോൾ മാനേജ്മെന്റിന് സിഇഒനെ സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സൺ ആണ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആരാണ്? ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഹോസ്പിറ്റലിന്റെ സീനിയർ ലീഡർഷിപ്പ് പൊസിഷനിലാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റി ഫോർ ഓവർസീയിങ് ആൻഡ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ. ഹോസ്പിറ്റൽസിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ സ്റ്റാഫുകൾക്കിടയിൽ ഒരു നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും പിന്നെന്താണ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? HR-ന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താണ്? റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്തായിരുന്നു? തുഷാരോൺ പറയൂ. റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. Recruitment specialist in a hospital is responsible managing the recruitment and hiring process for healthcare professional healthcare staff. സ്റ്റാഫുകളെ ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും ഇവരാണ്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി അതിലെന്താ പറയുന്നത്? വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി is responsible for overseeing all aspects related to quality improvement, patient safety and regulatory compliance within the healthcare organization. അതിലെന്താ പറയുന്നത്? ഓർഗനൈസേഷനകത്തെ എല്ലാ പേഷ്യന്റ് സർവീസ് ആയിക്കോട്ടെ എല്ലാ സർവീസിലും എന്താണ് ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ഈ വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റിയുടെ റെസ്പോൺസിബിൾ ആണ്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇദ്ദേഹം. ദെൻ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ ജിനു. ഹോസ്പിറ്റൽ ഹെൽത്ത് ഫെസിലിറ്റീസിലെ ഓപ്പറേഷൻസും ഡെയിലി ഓപ്പറേഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസും ചെയ്യുക. പിന്നെ മാനേജറിയൽ റോളാണ്. മാനേജീരിയൽ റോൾ ആണ്, ഒരു പ്രധാനപ്പെട്ട മാനേജീരിയൽ റോൾ ആണ്. പിന്നെന്താണ്? ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ ഓപ്പറേഷൻ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. ദെൻ കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ എന്താണ്? കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ തുഷാര എന്തായിരുന്നു കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാല്? Responsible for designing, implementing and overseeing educational programs related to compliance with healthcare regulations, policies and ethical standards. എന്താ അദ്ദേഹം അതിലെന്താ അയാളുടെ ഡ്യൂട്ടി? എന്താ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ്? എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും അതിന് മേൽനോട്ടം വഹിക്കാനും റിലേറ്റഡ് ടു കംപ്ലയൻസ് വിത്ത് ഹെൽത്ത് കെയർ റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് സ്റ്റാഫുകളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. നഴ്സിംഗ് ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് കെയറിന്റെ ഹൈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എൻഷുർ ചെയ്യുക. പിന്നെ നഴ്സിംഗ് ഓപ്പറേഷൻസ് ഒക്കെ ഓവർസീ ചെയ്യുക. പിന്നെ സീനിയർ ലീഡർഷിപ്പ് റോളാണ്. കോർഡിനേറ്റ് പേഷ്യന്റ് കെയർ സർവീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഈ ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ആരായിരുന്നു? ഡയറക്ടർ ഓഫ് നഴ്സിംഗിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെന്താണ്? ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്. അതിലെന്താ പറയുന്നത്?
senior leadership of a responsibility of a oversee of optimizing the clinical aspect of the healthcare delivery. എന്താണ് Day-to-day clinical activities ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യേണ്ടതും പേഷ്യന്റ് കെയർ സർവീസുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടതും എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സുകളുടെ യൂസ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസിന്റെ ഡ്യൂട്ടിയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ് എന്താണ്? നമ്മുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസിന്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ CFOനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസിന്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടറിന്റെ ഡ്യൂട്ടി എന്താണ്? ജിനു. ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്. Director of Population Health are organization is responsible for developing and overseeing the initiative that aim to വ്യക്തി പരിസരത്തിനപ്പുറം എന്താണ് അതിൽ പറയുന്നത്? ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യുക, അവരുടെ വെൽബീയിങ് എൻഷുർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്. കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്. ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ് എന്തായിരുന്നു? Oversees all aspects of nursing care and patient services within a hospital or healthcare facility. എന്താ അതിൽ പറയുന്നത്? നഴ്സിംഗ് കെയറിന്റെയും പേഷ്യന്റ് സർവീസസിന്റെ എല്ലാ ആസ്പെക്ട്സും റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതിനൊക്കെ ഓവർസീ ചെയ്യുക, മാനേജ് ചെയ്യുക, നേതൃത്വം കൊടുക്കേണ്ടത്, മേൽനോട്ടം വഹിക്കേണ്ടത് ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ് ആണ്. പേഷ്യന്റ് കെയർ സർവീസ് ഡയറക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ നമ്മൾ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്? ആരായിരുന്നു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്? തുഷാര, ആരായിരുന്നു? who prepares the bills and invoices, maintaining finance records, looking over contracts and updating database and as requirements. ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന് എന്താണ് ബില്ലിംഗ് മാനേജ് ചെയ്യുക, ബില്ലിംഗ് പ്രോസസ് ഒക്കെ നടത്തുകയും അത് സബ്മിറ്റ് ചെയ്യേണ്ടതും, പിന്നെന്താണ് ഇൻഷുറൻസ് ക്ലെയിമിന്റെ പ്രോസസ്സിംഗ് ഒക്കെ അതൊക്കെ ചെയ്യേണ്ടതും ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay, miss. Thank you, miss. thank you. Thank you. Bye.